നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ KSRTC ബസ് സ്റ്റാൻഡിലോ മറ്റും വന്നിറങ്ങുന്നയാളെ വരവേൽക്കുന്നത് മാലിന്യവാഹിനിയായ അഴുക്കുചാലാണ്. ഇരുമ്പുകൂട്ടിനുള്ളിൽ മാലിന്യം സൂക്ഷിച്ചിരിക്കുന്നു എന്നേ ആദ്യ നോട്ടത്തിൽ തോന്നുകയുള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം മെല്ലെ അനങ്ങുന്ന കറുത്ത കൊഴുത്ത മലിനജലം. ആദ്യമായി കാണുന്നവരുടെ കൈ അറിയാതെ മൂക്കിലെത്തും. ഇതാണ് തലസ്ഥാനത്തെ ഒരു ഭാഗത്തുകൂടി നടന്നാലുള്ള അവസ്ഥ. നിയമസഭയും സർക്കാർ സ്ഥാപനങ്ങളും നിരവധി ചരിത്ര സ്മാരകങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന കേരളത്തിന്റെ തലസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ജോയിയുടെ മരണം അങ്ങേയറ്റം ഓരോ ജനതയുടെയും തല താഴ്ത്തിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യജീവൻ മലിനജലം കുടിച്ച് മരണമടഞ്ഞിരിക്കുകയാണ്. 2 ദിവസം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് ജോയിയുടെ ശരീരം ഇന്ന് കിട്ടിയത്. ടെക്നോളജി ഇത്രയും പുരോഗമിച്ചിട്ടും ഇന്നും ഈ മാലിന്യം വൃത്തിയാക്കാൻ മനുഷ്യന്റെ കൈകൾ തന്നെ വേണം. ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം മുഴുവൻ പഴിചാരുകയാണ് എല്ലാ അധികൃതരും. ആരുടെ ഭാഗത്താണ് തെറ്റ്? ആരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം? അങ്ങനെ നോക്കുമ്പോൾ ഒരാളിലേക്ക് മാത്രം വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. ഒരു പ്ലാസ്റ്റിക് കവർ നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും അതിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇപ്പോൾ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതിയും നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ബ്രഹ്മപുര മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂറിയോട് തിരുവനന്തപുരത്തെത്തി ആമയഞ്ചാൻ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിഫലമായ അമിക്കസ് ക്യൂറിക്ക് 1.5 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരും മുനിസിപ്പൽ കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ഈ മാസം 19 മുൻപ് നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ കോർപ്പറേഷനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർന്നു നിൽക്കുകയാണ്. മേയർക്കെതിരെയും നാട്ടുകാർ വലിയ രീതിയിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടി വരുന്നത്. പരസ്പരം പഴിചാരാനുള്ള സമയമല്ല ഇതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മാലിന്യം തള്ളാതിരിക്കാനുള്ള നിർമ്മിതികൾ നടത്തിയിരുന്നുവെന്ന് റെയിൽവേ ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ വാദിച്ചു. റെയിൽവേയുടെ സ്ഥലത്തിന് പുറത്തും മാലിന്യം നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് സ്ഥലം സന്ദർശിക്കാൻ അമിക്കസ് ക്യൂറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ജോയിയുടെ മരണം നിർഭാഗ്യകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. റെയിൽവേയുടെ സ്ഥലത്തെ മാലിന്യം റെയിൽവേ നീക്കണം. പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്നില്ലെന്ന് കോർപ്പറേഷനും ഉറപ്പുവരുത്തണം. വർഷങ്ങളായുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതാണ് വെള്ളത്തിന്റെ കറുത്ത നിറത്തിന്റെ കാരണം. ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്താനും അമിക്കസ് ക്യൂറിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, P. ഗോപിനാഥ് എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് വിഷയം പരിഗണിച്ചത്. ബ്രഹ്മപുരം കേസ് പരിഗണിച്ച ബെഞ്ച് പിന്നീട് സംസ്ഥാനത്തെ പൊതുവായ മാലിന്യ പ്രശ്നങ്ങളും പരിശോധിച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത. ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം. ആമയഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനിടയിൽ കൂടി കടന്നു പോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും നടന്നത് വലിയ അട്ടിമറിയാണ്. പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ച് പോലും ആർക്കും ഒരു വിവരവുമില്ല. മഴയൊന്ന് ആഞ്ഞു ചാറിയാൽ വെള്ളം കിട്ടുന്ന തലസ്ഥാന നഗരത്തിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമയിഴഞ്ചാൻ തോട് തടസ്സമില്ലാതെ ഒഴുകണം. 140 മീറ്റർ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിന്റെ വീതി കൂട്ടണം. കയ്യേറ്റം ഒഴിപ്പിക്കണം. ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖയായതിന് പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റം ഒഴിപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കി. ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും ഉന്നത തലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. ടണലിന്റെ വീതി കൂട്ടലായിരുന്നു 2ാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ. പക്ഷേ തുടർ നടപടികൾ സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഒരു തുടർ നടപടിയും ഉണ്ടായില്ല. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഉത്തരവും വളരെ സിമ്പിളാണ്. കുറച്ചുകാലം എല്ലാവരും ഇത് ചർച്ച ചെയ്യും. ചാനലുകളിലും അന്ത്യചർച്ചകളിലും ഇത് തന്നെയായിരിക്കും വിഷയം. എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നടപടികൾ എന്തൊക്കെയെന്നുള്ളത് ചൂടേറിയ ചർച്ചകളാക്കും. വേണമെങ്കിൽ കുറച്ചുകാലം വൃത്തിയാക്കലും മറ്റുമായി അധികൃതർ മുൻപോട്ട് പോകും. പിന്നെ എല്ലാം അങ്ങ് മറക്കും. ജോയിയെയും എല്ലാവരും മറക്കും. പഴയതുപോലെ എല്ലാം വെറും പേപ്പറിൽ മാത്രം ഒതുങ്ങും. അപ്പോഴും നഷ്ടപ്പെട്ടത് സ്വന്തം കുടുംബത്തിന് മാത്രം. ഇപ്പോൾ കോടതി കൂടി ഇടപെട്ടതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ജോയിയുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുകയാണ്. മാരായമുട്ടത്ത് ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. ഏറെ വികാരഭരിതമായിരുന്നു ജോയിയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ച. അമ്മയുടെയും ബന്ധുക്കളുടെയും കരച്ചിൽ ചുറ്റുമുള്ളവരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. എന്താവശ്യത്തിനും നാട്ടിൽ ഓടിയെത്തുന്ന, എന്ത് പണി ഏൽപ്പിച്ചാലും ചെയ്യാൻ മടിയില്ലാത്ത ജോയി ഇനി ഉണ്ടാവില്ല. വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ജോയിക്ക് വിട ചൊല്ലിയിരിക്കുകയാണ് നാടും വീടും.